എടി വീണ്ടും 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 ഞാൻ പറയുക, നീ വന്ന് ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ മോളെ ഞാൻ നിന്നെ മരണം വരെ വെറുതെ വിടത്തില്ല. നീ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ നിന്റെ കൂടെ നിന്ന് ഹെയറിൽ ചെക്ക് ചെയ്താൽ ഉണ്ടാവും പറയുന്നുണ്ട്. ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ 1 വർഷത്തിനകത്ത് ഈ കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ താങ്കളും ചോദിച്ചു, അപ്പൊ താങ്കളെ സൂപ്പുകുട്ടി ഇപ്പൊ അടുത്ത് വന്ന് വോയിസ് റെക്കോർഡ് സച്ചിനയ്ക്ക് പകരം ഇട്ടു എന്ന് പറഞ്ഞ കുറെ ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഒരു വോയിസ് റെക്കോർഡ്. നമസ്കാരം. അങ്ങനെ നമ്മുടെ സജിന നൂർ, നമ്മുടെ പൂക്കുട്ടിയുടെ സ്വന്തം എല്ലാമായ പൂക്കുട്ടിയുടെ സ്വന്തം അച്ഛനെ പോലെ കാണുന്ന പൂക്കുട്ടിയുടെ സ്വന്തം മകളെ എന്നാണ് പറയുന്നത്. അവർ വന്നിട്ട് ഇപ്പം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. മറ്റൊന്നുമല്ല, വെല്ലുവിളിച്ചുകൊണ്ടാണ് വീഡിയോ. മറ്റാരുടെ പറയുക ദിയാസനയ്ക്കാണ് മെയിനായിട്ട് ദിയാസനയാണ് വെല്ലുവിളിക്കുന്നത്. ക്ഷണ ഉണ്ടെങ്കിൽ നീ പോയി ടെസ്റ്റ് ചെയ്യടി എന്നുള്ളതാണ്. നമുക്ക് കാർഡ് കയറുന്ന മുമ്പ് നമുക്ക് ഇവരെന്താണ് ഇതിനകത്ത് പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. അതിനിടയ്ക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ട്. ഓക്കെ, നോക്കാം. ആക്ട്രസ് അല്ലേ, പല വികാരങ്ങളും പല എക്സ്പ്രഷൻ കാണിക്കുന്നതാണല്ലോ ആക്ട്രസ്. ഇവ കരഞ്ഞതല്ല, കരച്ചിലൊക്കെ സച്ചിനെ നീക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പൊ അടുത്ത കോൺട്രവേഴ്സി ആക്ട്രസ് അല്ലേ, ഒരു കരച്ചിലിന്റെ ഒരു സംഭവമൊക്കെ കൊണ്ടുവരുന്ന ആക്ട്രസ് അല്ലേ. ഇപ്പൊ ഞാൻ കരഞ്ഞതല്ല, കരച്ചിലൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ് എന്നുള്ളത്. അപ്പൊ ഈ പറയുന്ന ഇന്റർവ്യൂല് കരഞ്ഞത് ആക്ടിങ് ആയിരുന്നു, ഒറിജിനൽ ആയിരുന്നു. എല്ലാരും പറയുന്നത് ആക്ടിങ് ആണെന്ന്. ചേച്ചി എന്ത് പറയുന്നു, സജിനത്ത് എന്ത് പറയുന്നു, അത് ആക്ടിങ് ആയിരുന്നു, ഒറിജിനൽ ആയിരുന്നു. എന്തായാലും അടിപൊളി. എന്തായാലും ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു, കരഞ്ഞ് മെഴുകി ഒരു വിക്ടിം കാർഡ് കളിക്കാനല്ല ഇപ്പൊ വന്നത്, വെല്ലുവിളിച്ചുകൊണ്ടാണ്, വേറൊരു മൂഡിലാണ്. സജിന നൂർ 2.0 ആണ് ഇപ്പൊ വന്നിരിക്കുന്നത്. വീഡിയോ വോയിസ് റെക്കോർഡൊക്കെ ആയിട്ട് ദിയാസന വന്നിട്ടുണ്ടല്ലോ. ദിയ, താങ്ക് യു സോ മച്ച്. കാരണം ദിയയുടെ പേരിൽ ഞാനും അദ്ദേഹം ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവള് റിജക്ട് ചെയ്ത് അവിടെ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അല്ല, അച്ഛനെ പോലെ അദ്ദേഹമായില്ലേ. ഓക്കെ, ദിയാസനയ്ക്ക് അങ്ങനെ ഒരു വോയിസ് റെക്കോർഡും കാര്യങ്ങളും ഒന്നും ദിയയുടെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം വീണ്ടും ദിയ ഞങ്ങൾക്ക് തെളിവ് സഹിതം കൊണ്ടിട്ട് തരുവാണ്. ദിയയുടെ കയ്യിൽ ഞങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള വോയിസ് റെക്കോർഡുകൾ, ഞങ്ങളുടെ പല കാര്യങ്ങളും ദിയയുടെ കയ്യിൽ ഉണ്ടെന്നുള്ള തെളിവുകൾ നിങ്ങൾക്ക് എനിക്ക് മനസ്സിലായി. കാരണം ഫിറോസ് ഖാൻ ഒരു വോയിസ് റെക്കോർഡ് ഇറക്കുന്നു, എന്റെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം. അത് തികച്ചും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പറ്റിയ ഒരു മണ്ടത്തരമാണെന്ന് ഞാൻ അത് തുറന്നു പറഞ്ഞു. ഞാൻ അത് എന്റെ ഫ്രണ്ട്സിനെ വിശ്വസിച്ച് ഞാൻ ഇട്ട് കൊടുത്ത സാധനമാണ് പുറത്ത് വന്നത്. ഇപ്പം റസൂലക്ക അവരോട് സംസാരിച്ച സാധനം റെക്കോർഡ് ചെയ്തിട്ട് അതിട്ടിരിക്കുന്നു. ഞങ്ങൾ തമ്മിലുള്ള ആർഗ്യുമെന്റ്സ്, ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ തമ്മിലുള്ള ആർഗ്യുമെന്റ്സ് അങ്ങ് എക്സ്ട്രീം ലെവലിൽ പോയി. ആദ്യത്തെ ആ വോയിസ് റെക്കോർഡിന് അത്രയൊന്നും ഇല്ലെന്നും സത്യം പറഞ്ഞാൽ അല്ലെ, അത്രയും അഗ്ലി സംസാരങ്ങൾ വരെ ഞങ്ങൾ പേഴ്സണലായിട്ട് സംസാരിച്ച വോയിസ് റെക്കോർഡ് ഇറങ്ങിയത്. അപ്പം ആ ദേഷ്യത്തിൽ എനിക്ക് പറഞ്ഞ കുറെ മാറ്റർ, ഇത് കുറെ പഴയതാട്ടോ. ആ സമയത്ത് എന്റെ വോയിസ് റെക്കോർഡ് ഇറങ്ങിയ സമയത്തുള്ള സാധനം തന്നെയാണ്. ഇനി നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് സൂപ്പുകുട്ടി ഇപ്പൊ അടുത്ത് വന്ന് വോയിസ് റെക്കോർഡ് സച്ചിനയ്ക്ക് പകരം ഇട്ടു എന്ന് പറഞ്ഞ കുറെ ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഒരു വോയിസ് റെക്കോർഡ് അല്ല. അദ്ദേഹം വന്നൊരു ലൈവോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു വീഡിയോ വന്ന് ചെയ്യട്ടെ. ഇപ്പം അപ്പം എങ്ങനെ ചെയ്യും, എന്തായാലും എന്തൊക്കെ ഉണ്ടെന്ന് ആർക്കറിയാം. ഇവിടെ എടുത്തെടുത്ത് പറയുന്നുണ്ട് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കോൾ റെക്കോർഡിംഗ് എടുത്ത് അതിനെതിരായിട്ട് ഇവരെ രണ്ടുപേരും കൂടി ദിയാസനയ്ക്കെതിരെ കേസ് കൊടുത്തിട്ട് എന്നുള്ളത്. അല്ല, നിങ്ങൾക്ക് ഉളുപ്പുണ്ട്. നിങ്ങൾ തന്നെയാണ്, ഈ സജിന തന്നെയല്ലേ ഇത് പുറത്തു വിട്ടത്. ഈ പറയുന്ന റസൂൽ പൂക്കുറ്റിയുടെ വോയിസ് റെക്കോർഡ് ചെയ്തത് തന്നെ നിങ്ങൾ തെറ്റാണ്. താങ്കളുടെയും റസൂൽ പൂക്കുറ്റിയുടെയും പറയുന്ന പേഴ്സണൽ ആയിട്ടുള്ള സാധനം റെക്കോർഡ് ചെയ്യാനേ പാടില്ല. അത് തെറ്റാണ്. റെക്കോർഡ് ചെയ്യുക മാത്രമല്ല, നിങ്ങൾ 3 പേർക്ക് തയ്ച്ചു കൊടുത്തു. അത് നിങ്ങൾ കൊണ്ട് പറയുന്നത്. ഈ പറയുന്ന ആൻമറിയയ്ക്കും ദിയാസനയ്ക്കും വേറെ സിദ്ധ എന്ന ഓരോരുത്തരുടെ പേര് കൂടി പറയുന്നത്. ആ 3 പേർക്ക് നിങ്ങൾ അയച്ചു കൊടുത്തു. അപ്പൊ അത് തെറ്റല്ലേ? അയച്ചു കൊടുത്തവരാണ് പിന്നീട് മാറി അയച്ചത്. അപ്പൊ ആദ്യം റെക്കോർഡ് ചെയ്തത് ആരാണ്? അവരാണ് യഥാർത്ഥ കുറ്റവാളി. അത് ആദ്യം മനസ്സിലാക്കൂ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ ഞങ്ങൾ കുറെ പേഴ്സണൽ ആയിട്ടുള്ള ഫോട്ടോസും എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ രീതി ചിന്തിക്കേണ്ട. ഞങ്ങൾ രണ്ടുപേരും ചിന്തിക്കുന്ന ഫോട്ടോസ് ലീക്ക് ആയിട്ടുണ്ടല്ലോ. പലരും പല രീതിയിലും ചിന്തിക്കുന്നുണ്ട്. കാരണം ആ ലെവലിലാണ് പോകുന്നത്. ഇനി ഏതൊക്കെയാണ് എന്തൊക്കെയാണ് ആരുടെ കയ്യിലൊക്കെയാണ് നിങ്ങൾ ഇനി റെക്കോർഡ് ചെയ്ത് ഈ പറയുന്ന അവരോടുള്ള ചാറ്റുകൾ റെക്കോർഡ് ചെയ്ത് വെക്കണത് എടുക്കണതൊക്കെ പറഞ്ഞുകൊണ്ട് ആർക്കും കഴിച്ചു കൊടുത്തു. ഇനി അതും ഇനി വിശ്വസിക്കാത്തവർക്ക് ഇനി ഏതെങ്കിലും വീഡിയോ അയച്ചു കൊടുത്തു എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. താങ്കളുടെ സ്വഭാവം അനുസരിച്ച് ഏതെങ്കിലും, എന്റെ ഒരു ബലമായ സംശയം, ഏതെങ്കിലും ഈ പറയുന്ന ഇവരുടെ പ്രൈവറ്റ് വീഡിയോസ് ഇവർ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്നാണ് പറഞ്ഞത്. അത് മേടിച്ചായിരിക്കും ഒരു ലോക വഴിയുണ്ടല്ലോ ഈ പറയുന്ന എന്താണ് ഓസ്കാർ ജേതാവ് ഇപ്പം ലവന്റെ സാധനം എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇവിടെ ഓസ്കാർ കൊടുക്കാനുള്ള മറ്റാർക്കുമല്ല, സജിനത്തേക്ക് കൊടുക്കണം ഓസ്കാർ. അത്രയ്ക്ക് സൂപ്പർ അഭിനയമാണ്. പിന്നെ ഞങ്ങളുടെ വോയിസ് റെക്കോർഡുകൾ, ഞങ്ങളുടെ കുറെ തെളിവുകൾ, ഇതെല്ലാം ഇവരുടെ കയ്യിലുണ്ട്. ദിയാസന, ആൻമരിയ, പിന്നെ വീണ നായർ ഇതുപോലെ തന്നെ ഓരോ വിളിച്ചിട്ടുണ്ട്. ഇതിന്റെ തെളിവുകൾ എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല. അത് വീണ നായർ ചുമ്മാ സൂര്യ വന്നിട്ടുണ്ട്. പിന്നെ ഫിറോസ് ഖാൻ കയ്യിൽ, പിന്നെ ഒരു മീഡിയക്കാരുടെ കയ്യിൽ വീണ നായരും വന്നു. വീണ നായർ നമുക്ക് ബിഗ് ബോസ് സ്റ്റാറൊക്കെ വീണ നായരും വന്ന് എന്റെ തെളിവ് എല്ലാവരെയും തെളിവ് എവിടത്തെ കിട്ടി? നീയും ഈ പറയുന്ന റസൂൽ പൂക്കുറ്റിയായിട്ട് സംസാരിച്ച സാധനം പേഴ്സണലായിട്ട് സംസാരിച്ച് എങ്ങനെ ലീക്കായി? ഒന്നീ സജിനത്തെ പുറത്താക്കണം, അല്ലാന്നുണ്ടെങ്കിൽ റസൂൽ പൂക്കുറ്റി പുറത്താക്കണം. താങ്കൾ പുറത്താക്കിയ, താങ്കളാണ് ഇത് ജയിക്കാൻ വേണ്ടിയിട്ട് 4 പേർ അറിയാൻ വേണ്ടിയിട്ട് ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരു കേസ് എടുക്കണമെങ്കിൽ ആദ്യം കേസ് എടുക്കുക താങ്കളുടെ പേരിലാണ്. ഞാൻ അവനിപ്പോ പിടിച്ചിരുന്നില്ല. സാഹചര്യം വരുമ്പോൾ ഇവരെല്ലാം ഞാൻ വിളിയെടുത്തു. അങ്ങനെ ഞങ്ങളിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സംഭവം ഞങ്ങൾ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ എല്ലാണല്ലോ ആദ്യം പറഞ്ഞത്. അപ്പം
ഈ വോയിസ് റെക്കോർഡ് ഇറങ്ങിയത് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, ഇനിയും ദിയയുടെ കയ്യിൽ പലതും ഉണ്ട്. അതായത് ഈ വോയിസ് റെക്കോർഡ് എന്നെ കേൾപ്പിച്ചപ്പോൾ ഉള്ള ട്രിഗറിലാണ് ഞാൻ ഇക്കാലത്ത് നടന്ന ആർഗ്യുമെന്റ്, ഞങ്ങൾ തമ്മിലുള്ള വഴക്കാണ് ആദ്യം കേട്ട വോയിസ് റെക്കോർഡ്. മനസ്സിലായല്ലോ? അപ്പൊ ഞങ്ങളുടെ ഇടയ്ക്ക് നിന്ന് കളിച്ച് ഇത് മൊത്തം റെക്കോർഡ് ചെയ്യണമെങ്കിൽ വെൽ പ്ലാൻഡ് അല്ലേ ഇവര്? അതായത് നെക്സ്റ്റ് ഞങ്ങളെ ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ അതായത് നമ്മുടെ എതിരിൽ നിന്ന് കളിച്ച് ഇത് അതായത് ഇന്നലെ ഈ പറയുന്ന ദിയാസന ഒരു റെക്കോർഡ്, അതായത് പൂക്കുറ്റിയുമായിട്ട് സംസാരിച്ച ഒരു സാധനം അയച്ചില്ലേ, വെളിവിട്ടല്ലോ. അപ്പൊ നിങ്ങൾ വെൽ പ്ലാൻഡ് അല്ലേ എന്നാണ് ചോദിക്കുന്നത്. ശരി, അവര് വെൽ പ്ലാൻഡ് ആയിരുന്നു എന്ന് സമ്മതിക്കും. താങ്കൾ ഇതിനെക്കാട്ട് വെൽ പ്ലാൻഡ് ആയിരുന്നല്ലോ. താങ്കളല്ലേ ഇത് ഈ പറയുന്ന തന്റെ പേഴ്സണൽ ആയിട്ടുള്ള, സത്യം പറഞ്ഞാൽ വളരെ വൃത്തികെട്ട രീതിയിലുള്ള വോയിസ് റെക്കോർഡ് ചെയ്യുക മാത്രമല്ല അത് കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ താങ്കളായിരുന്നു വെൽ പ്ലാൻഡ് എന്ന് പറയേണ്ടതായിട്ട് വരും. ഞങ്ങളെ ഇത് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഞങ്ങൾ ഇതിനകത്ത് ആക്കണമെങ്കിൽ ഇവർക്ക് ഞങ്ങൾ തക്കതായ വാശിയുണ്ടല്ലോ, ദേഷ്യമുണ്ടല്ലോ. അതിനുള്ള കാരണമാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. അവരുടെ അല്ല എന്റെ അടുത്ത് ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം തർക്കിച്ചതും എന്റെ വീട്ടിൽ അതൊന്നും വന്ന് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ഇല്ലീഗൽ സാധനങ്ങളെല്ലാം പറഞ്ഞ എന്റെ ദിയക്കുള്ള ദിയാണ് ഇവരെല്ലാം ഇളക്കി ഉണ്ടാക്കി കൊണ്ട് വന്നിട്ടുള്ളത്. അപ്പം വേറെ ഒന്നുമല്ല, ഇത് നേരത്തെ പറഞ്ഞതിലപ്പുറം ഒന്നും എനിക്ക് ഈ വീഡിയോക്ക് എക്സ്പ്ലനേഷൻ പറയാനേ ഇല്ല. പിന്നെ ദിയ ഇനി പല വോയിസ് റെക്കോർഡ് കൊണ്ടുവരും. കാരണം എന്തിനാ? ദിയയുടെ MDMന്റെ കാര്യം മറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ പറയുന്നു, ദിയ നീ എത്ര വോയിസ് റെക്കോർഡ് കൊണ്ടുവന്നാലും സബ്ജക്ട് മാറ്റണ്ട. നീ ഇപ്പൊ വെല്ലുവിളിച്ചെന്ന് പറഞ്ഞല്ലോ, എവിടെ ഏതൊക്കെ വീട് ഞാനൊന്നും കാണുന്നില്ല, കാരണം ഇന്ന് ഇച്ചിരി ബിസിയായി പോയി. അപ്പം നീ എത്ര വെല്ലുവിളിച്ചാലും, അതായത് നീ എങ്ങനെ മറ്റതൊക്കെ ഇട്ട് മറ്റത് മറയ്ക്കാൻ വേണ്ടി MDMA എന്നാണ് കേട്ടോ, അത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത് എന്നാണ് നമ്മുടെ സജന 100 പറയുന്നത് എന്നുള്ളതാണ്. അപ്പൊ നീ എത്രയൊക്കെ വെല്ലുവിളിയാൽ നീ വീണ്ടും ടെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ദിയ എവിടേക്കോ പറഞ്ഞു എന്ന് പറഞ്ഞു, അവള് വരാം, ചെക്ക് ചെയ്യാൻ വരാന്ന് പറഞ്ഞു. എന്റെ ദിയ, ഇത് ഞാൻ നാട്ടുകാരെ കേൾപ്പിക്കാനല്ല ഇത് പറയുന്നത്. ദിയ, നിന്നെ മനസ്സിലാക്കാൻ നീ ഏതൊക്കെ രീതി മൂവ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഞാൻ അറിയുന്നു എന്നുള്ള തെളിവാണ്. 2 ദിവസം മുന്നേ ദിയ ഏതൊരു ഡോക്ടറെ വിളിച്ചിട്ട് 3 മാസം മുന്നേ ഒരു സാധനം ഇങ്ങനെ നടന്നത്, അത് ബോഡി കാണുമോ, ചെക്കപ്പ് ചെയ്ത് ഞാൻ കാണുമോ എന്നൊരു സാധനം ചോദിച്ചത് അതെന്റെ കയ്യിലെത്തിയിട്ടുണ്ട്. ദിയ ഏതോ ഒരു 2 ദിവസം മുമ്പ് ദിയാസന ഏതോ ഒരു ഡോക്ടറെ വിളിച്ചിട്ട് ഈ ബോഡി ചെക്കപ്പ് ചെയ്ത് എത്ര ദിവസം കാണുമെന്ന് അന്വേഷിച്ചു എന്നാ പറയുന്നത്. ഏത് ഡോക്ടർ? ഇതാണ് ഈ പറയുന്ന സജന നിങ്ങളുടെ കൂടെ നിൽക്കാൻ തോന്നാത്തത്. കാരണം താങ്കൾ ഈ വായ്ത്താളം മാത്രമേ ഉള്ളൂ. ഏത് ഡോക്ടർ എന്ന് അറിഞ്ഞുകൂടാ, മനസ്സിലായോ? ഏതോ ഒരു ഡോക്ടറെ വിളിച്ചിട്ട് ചോദിച്ചു എന്ന് ഈ പറയുന്ന 3 മാസം മുമ്പ് അടിച്ചത് കാണുമോ എന്നുള്ളത്. അത് ഞാൻ അറിഞ്ഞു എന്നാ പറയുന്നത്. ഇതൊന്നും വിശ്വസിക്കാൻ വലിയ പാടില്ല. ഇതൊന്നും ഡോക്ടർമാരെന്ന് വിളിച്ച് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മാത്രം മതിയായിരിക്കും. അതാ പക്ഷെ അവർ ഡോക്ടറെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അത്രയ്ക്കും ഫ്രണ്ട് ആയിട്ടുള്ള ആൾക്കാരെങ്കിലും വിളിച്ച് ചോദിക്കുള്ളൂ. ഇൻ കേസ് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് തള്ളാണെന്നാണ് തോന്നുന്നത് എനിക്ക്. ഇതിപ്പം നാട്ടുകാരെ കേൾപ്പിക്കണം, നിങ്ങൾക്ക് പറഞ്ഞിരിക്കണല്ല, ദിയയ്ക്ക് മനസ്സിലാക്കാൻ ഞാൻ അത് വരെ ഇവിടെ അറിയുന്നുണ്ട്. അപ്പൊ നേരത്തെ വ്യക്തമായിട്ട് പറയുക, ദിയാസന 3 മാസം മുന്നേ അല്ല, ഫെബ്രുവരി 15-ാം തീയതി 12-നും 12:30-ക്കും 1 മണിക്ക് ഇടയ്ക്കാണ് നീ ഈ സാധനങ്ങൾ ചെയ്തിരിക്കുന്നത്. വ്യക്തമാക്കി. ഇനി ഏതെങ്കിലും ഡോക്ടറെ വിളിച്ച് ചോദിക്കും, ഈ ഡേറ്റ് പറഞ്ഞിട്ട് വേണം ചോദിക്കാൻ. എന്റെ മോളെ ഒരു 3-4 വർഷം എന്റെ അറിവിൽ ഞാൻ ചോദിച്ചു, 3-5 വർഷം 6 വർഷം എത്ര വർഷം ഇത് കാണും? എന്റെ അറിവിൽ ഞാൻ ചോദിച്ചു. ഹെയറിൽ ചെക്ക് ചെയ്താൽ ഉണ്ടാവും പറയുന്നുണ്ട്. ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ 1 വർഷത്തിനകത്ത് ഈ കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ താങ്കളും ചോദിച്ചു, അപ്പൊ താങ്കൾ MDMA അടിച്ചെന്ന് പറയാനായിട്ട് സമ്മതിക്കേണ്ടി വരും. താങ്കൾ എന്ന് പറഞ്ഞ ദിയാസന ഇതുപോലെ വിളിച്ച് ചോദിച്ചത്. അപ്പൊ താങ്കൾ പറയുന്നത് ഞാൻ ആരുടെ ചോദിച്ചപ്പോൾ പിന്നീട് 4-5 കൊല്ലം പിന്നെ ഹെയർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4-5 കൊല്ലം മുമ്പുള്ളതും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6 മാസത്തിനകത്തുള്ളതും കിട്ടുമെന്ന് താങ്കളും ചോദിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. താങ്കളുടെ എന്തൊക്കെ വീഡിയോ ആരെയിലൊക്കെ കയ്യിലുണ്ട്, താങ്കൾ ദുബായിൽ പോയി കാണിച്ചതൊക്കെ ഉണ്ട്. അത് ഉടനെ പുറത്തു വരും എന്നുള്ള ഒരു വാർത്ത ഇങ്ങനെ പരക്കുന്നുണ്ട്. ഏത് നിമിഷം അത് പുറത്തു വരും. അപ്പം ഈ സാധനം പുള്ളിയിൽ നിന്ന് പോകത്തില്ല ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. നീ അതുകൊണ്ട് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞത് കൊണ്ട് എവിടെയാണ് വരേണ്ടത്? സജന ചേച്ചി വരാം. സജന ചേച്ചി ബ്ലഡ് ടെസ്റ്റ് ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഹെയർ എടുത്ത് ചെക്ക് ചെയ്യണ്ടേ? അപ്പൊ നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് ടെസ്റ്റ് ചെയ്യാം ഉടനെ തന്നെ. അതറിയോ, നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ടെസ്റ്റ് ചെയ്യൂ. നിങ്ങൾ എല്ലാവരും കൂടി ഒരു ജോയിന്റ് ആയിട്ട് 4 പേരെയും കൂടി വിളിച്ച് ടെസ്റ്റ് ചെയ്യൂ. ഇതിനൊരു ഇത് വേണ്ടേ? ആരാണ് പറയുന്നത് കള്ളം സത്യം എന്ന് പറയാം? ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വായ്ത്താളടിച്ചിട്ട് കാര്യമില്ല, മനസ്സിലായോ? ഈ സജിന എന്നെ പൈസ കൊടുക്കാന്ന് പറയില്ലേ? സജിനക്ക് ഇത്ര കോൺഫിഡൻസോടെ പറയുക സജിന. കാരണം വാക്ക് മാത്രം പറഞ്ഞ കാര്യമില്ല. എടി വീണ്ടും 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 ഞാൻ പറയുക, നീ വന്ന് ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ മോളെ ഞാൻ നിന്നെ മരണം വരെ വെറുതെ വിടത്തില്ല. നീ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ നിന്റെ കൂടെ നിന്ന ആ പയ്യനും നീയും കൂടെയാണ് ചെയ്തത്. അപ്പൊ ഇതിനെ വിളിച്ച് എന്നെ മരണം വരെ ഞാൻ പിന്തുടർന്നടിക്കുമെന്ന് പറയണത്. എന്നെ മരണം വരെ ഞാൻ പിന്തുടരുമെന്ന് പറയുന്നത്. നീ ആ ചെറുക്കനെ കൂടെ വന്ന ഏതൊരു പയ്യനുമായിട്ടാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. വേറെ ഒന്നുമല്ല, ഈ MDMA അടിച്ചതെന്നാണ് ഇവള് പറയുന്നത്. പിന്നെ ബിഗ് ബോസ് താരം 2 പേര് അവരും ഇത് സാക്ഷിയാണ്. അവരെയും നിർബന്ധിച്ചതാണ്. എന്റെ മക്കൾ സത്യം അവർ കഴിച്ചിട്ടില്ല, അവരും ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ ബിഗ് ബോസ് താരം 2 പേര്. ആ ബിഗ് ബോസ് താരം ആരെന്ന് എന്നാൾ അവള് ചോദിക്കുന്നുണ്ട്. വെല്ലുവിളിച്ചു നിങ്ങൾക്ക് എന്താ പറഞ്ഞത്? അതിന് തീരു വരുന്നില്ല. അതായത് ദിയാസനെ വെല്ലുവിളിച്ചു പറഞ്ഞാൽ ഞാൻ ഏതോ ബിഗ് ബോസ് താരങ്ങളോട്ട് വന്നല്ലോ, ആ ബിഗ് ബോസ് താരങ്ങളുടെ പേര് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു താരമേ അവിടെ വന്നിട്ടില്ല എന്നവൾ പറയുന്നു. ഇപ്പോഴും വന്നിട്ട് അവരെ പേര് പറയുന്നത്, എന്നിട്ട് അവരെ പൊക്കി പറയുന്നത് അവരെന്തും കഴിച്ചിട്ടില്ല. എനിക്കറിയാം ദൈവത്തെ കുഞ്ഞു സത്യമായിട്ട് അവർ കഴിച്ചിട്ടില്ല, പക്ഷെ ദിയാസനെ മറ്റുള്ളവനും കഴിച്ചു എന്ന് പറയുന്നത്. നിർബന്ധിച്ചു.
നിർബന്ധിച്ചപ്പം അവരത് പറഞ്ഞില്ല, ഞങ്ങൾ ഇതെല്ലാം നിർത്തി കുറെ കാലമായി അവർ പറഞ്ഞത്. അപ്പം ദിയാസന ഇത് പറഞ്ഞില്ലെങ്കിൽ അവരുടെ മനസ്സിലുണ്ടല്ലോ ഇത്ര വലിയ കളിയാണെന്നുള്ളത്. പിന്നെ നീ പറഞ്ഞത് നീ ആണെങ്കിൽ നീ ഈ സാധനത്ത് നീ ചെയ്തില്ലെങ്കിൽ നീ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ നിന്നിട്ട് ഞാൻ ഇപ്പൊ ചെയ്ത് കാണിക്കും എന്ന് പറയുന്ന ഒരാൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? വാ ടെസ്റ്റ് ചെയ്ത് കാണിക്കും മോളെ, നീ ആരാണെന്ന് തെളിയിക്കും മോളെ. ലോകം നിന്നെ ഒരുത്തെ പിടിച്ചാ എത്ര പേരിനകത്ത് തോന്നുന്നറിയോ? അതുകൊണ്ട് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി പേരാണ് സർ. എല്ലാവർക്കും ഞാനൊരു കാര്യം പറയുക, ഇവരുടെ കോൾ റെക്കോർഡും അവളെ കോൾ ലിസ്റ്റ് എടുക്കണം. അതിലെടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള മാഫിയകളെല്ലാം വെളി വരും. കാരണം ഇവള് കോൾ വിളിക്കുന്നതും ഇവർ കച്ചവടം ചെയ്യുന്ന എല്ലാത്തിൻ്റെ ആൾക്കാരുടെ റെക്കോർഡ്സും കാര്യങ്ങളും ഇവളെ കോൾ ലിസ്റ്റ് എടുത്തിട്ട് അവർ ഫോളോ ചെയ്താൽ ഞാൻ കറക്റ്റായിട്ട് കിട്ടും. അതുകൊണ്ട് അതും ഈ പറയുന്ന നിയമ നടപടികൾ എടുക്കുന്ന ആൾക്കാരെ തീർച്ചയായിട്ടും എടുക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് സജന വീണ്ടും വരുന്നതായിരിക്കും, അടുത്ത വോയിസ് കേൾക്കാനും. ഓക്കെ, ബൈ. അപ്പോ സജിനത്തെ രണ്ടും കളിപ്പിച്ചാണ് എന്തോ ഒരു പിരി വിട്ടതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുള്ള ഞാൻ ബിസിയായിരുന്നു. ജന്തു വന്നതിന് ഗുരുതരമായ ആരോപണമാണ്. ഉപയോഗിക്കുക എന്ന് മാത്രമല്ല അതിന്റെ വിൽപ്പനയെ കൂടി ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ കേസ് കൊടുത്തിട്ടുണ്ട് ദിയാസന. ഇത് നിങ്ങൾ തെളിയിക്കുകയും കൂടി വേണമെന്നാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ വലിയൊരു ഗുരുതരമായ ആരോപണം താങ്കളിൽ വരുമ്പോൾ എവരെയും കൂടി ഈ എല്ലാവരെയും കൂടി വെച്ചിട്ട് ജോയിന്റ് ആയിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നേ അറിയാമല്ലോ. നെല്ലും പതിരും അപ്പം തിരിയല്ലോ എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും സജിനത്ത നാം വിചാരിച്ചല്ലോ, പിന്നെ ഈ നമ്മളെ ഇതിൽ കണ്ടതുപോലെ, ഏത് ഇന്റർവ്യൂവിൽ കണ്ടതുപോലെ കരഞ്ഞ് വെടിച്ചയ്യോ ഞാൻ ഇപ്പൊ ചാവും എന്നുള്ള ലെവലിലൊന്നുമല്ല. ഇപ്പൊ ആരെയും എവിടെയും വാളെടുത്ത് വെട്ടാം എന്നുള്ള രീതിക്കാണ് സജിനത്ത വന്നിരിക്കുന്നത്. ഈ അടി ഇപ്പോഴൊന്നും തീരുമെന്ന് തോന്നില്ല. അതുപോലെ ഞാൻ പറഞ്ഞുതരാം, ഈ സജിനത്തയുടെ കയ്യിൽ, അതായത് ബാറിലുണ്ടായിരുന്ന ഇവരെ ബാറിലോട്ട് കൊണ്ടുപോയി അവിടെ വെച്ച് ഇവരെ ചീത്തയാക്കാൻ വേണ്ടി വിൽക്കാൻ വേണ്ടി ശ്രമിച്ചൊരു സ്ത്രീ ഉണ്ടല്ലോ, അവരെ കയ്യിൽ ഇവർക്ക് എതിരായിട്ടുള്ള കുറെ തെളിവുകളുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ തെളിവ് ഇന്ന് തന്നെ മുഖ്യമാണോ അത് പുറത്താവുമെന്നുള്ള ഒരു കരക്കമ്പി കേൾക്കുന്നുണ്ട്. നമുക്ക് കണ്ടു തന്നെ നമുക്ക് എടുക്കണം.